ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോണത് ക്യോണിക്സ്റ്റൈൻ എന്ന് പറയുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര ഗ്രീനറി ഒക്കെ ഉള്ളേ. ഉറങ്ങുവാണോ ചിക്കോ? നീ ഉറങ്ങാൻ തുടങ്ങുവാണോ? സെറ്റിംഗ് കണ്ടുപിടിക്കണം. ചേച്ചി ഉറങ്ങുവാണോ? അപ്പം നിങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴേ ഈ സ്ഥലം എത്ര ഭംഗിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാൻ. ഞങ്ങളിവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ജാസ്മിനെയും ജോണിയെയും ഫാമിലിയെയും കാണാൻ വന്നതാണ്. അവർ മാത്രമല്ല കേട്ടോ, ഇവിടെ ഞങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഈ സ്ഥലം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഒരു 20-30 കിലോമീറ്റർ അകലെയുള്ള വേറൊരു സിറ്റിയാണ്. ക്യോണിക്സ്റ്റൈൻ എന്ന് പറയും. ഭയങ്കര അടിപൊളി സിറ്റിയാണിത്. ടൗൺ പോലെയല്ല, ഭയങ്കര മലകളും പൂക്കളും ഒക്കെയുള്ള ഭയങ്കര അടിപൊളി സ്ഥലമാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്ര ക്വയറ്റായ സ്ഥലമാണ് നോക്ക്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോഴാണ് ഇങ്ങനെ ബംഗ്ലാവ് പോലൊരു സ്ഥലം ഇങ്ങനെ ഗേറ്റൊക്കെ വെച്ചേക്കണം. അപ്പോൾ അവർ പറഞ്ഞു അതവിടുത്തെ ഭയങ്കര കോടീശ്വരനായ മില്യണയറായ ഒരാൾ താമസിക്കുന്ന സ്ഥലമാണ്. ബംഗ്ലാവ് പോലെ അല്ലെങ്കിൽ വലിയൊരു മാൻഷനാണത്. അയാളുടെ വണ്ടിയൊക്കെയാണ് അവിടെ വെളിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ വണ്ടിയുണ്ട്. നമുക്കിങ്ങനെ ഒരാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിലോട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് റോഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഞാൻ കാണിച്ചത്. ഇതാ കണ്ടോ, ഈ സൈഡിലൊക്കെ ഉള്ള വീടുകളൊക്കെ നോക്കി എത്ര ഭംഗിയായിട്ടായിരിക്കണേ നോക്ക്. ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെയാണേ. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു ചെറിയ മലയുടെ മുകളിലോട്ടെത്തി. അവിടെ ആളുകളൊക്കെ ഇങ്ങനെ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന വഴിയാണേ. അപ്പം ഞാൻ നോക്കുമ്പോൾ പുറയിലോട്ട് പോകുന്നതൊക്കെ ആൾക്കാരിങ്ങനെ ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാട്ടിൽക്കൂടെ നമ്മളിങ്ങനെ നടന്ന് മുകളിൽ ചെല്ലും. നമ്മൾ അവിടെ ഒരു ടവർ കാണാനാണ് പോണത്. ടവറിന് ജർമ്മനിലാണെങ്കിൽ നമ്മൾ ടൂം എന്ന് പറയും. കണ്ട് ഒത്തിരി നല്ല പൊക്കമുള്ള മരങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷെ എന്ത് ഗ്രീൻ കളറാണെന്ന് നോക്ക്. ഭയങ്കര ഭംഗിയുണ്ട്. കിളികളുടെ സൗണ്ടുകളൊക്കെ കേൾക്കാൻ നമുക്ക്. പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അവിടെ ചെന്നപ്പോൾ. ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ. അങ്ങനെ നമ്മൾ നടന്ന് ചെല്ലുമ്പോഴാണ് അവിടെ കണ്ടോ, അവിടെ ഒരു കൂടാരം പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ട്രക്കിങ്ങിനൊക്കെ വരുന്ന ആളുകൾക്ക് ഒത്തിരി നടന്നൊക്കെ കഴിയുമ്പോഴത്തേക്കും ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അത് ഭയങ്കര ആ ഒരു നേച്ചറുമായിട്ട് ഒത്തിരി ചേർന്ന് പോകുന്ന രീതിയിൽ നല്ലൊരു ആംബിയൻസിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ഭംഗിയില്ലേ അതും കാണാനായിട്ട്. ഇപ്പം നമ്മൾ ആ ടൂമിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ എഴുതിയിട്ടുണ്ട് റീജിയണൽ പാർക്ക് റൈൻ മൈൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വിൽക്കോമൻ ഹാർട്ട് ബർഗ് ടൂം. എന്താ പറയണ, ആ ടവറിൻ്റെ പേരാണ് ഹാർട്ട് ബർഗ് ടൂം എന്ന്. പിന്നെ അതവിടെ അവിടെ നിന്നുള്ള സീനറിയുടെ ഒരു ഫോട്ടോയും പിന്നെ അതുണ്ടാക്കിയ വർഷവും റിനോവേഷൻ ചെയ്ത വർഷവും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. 2021 റിനോവേറ്റ് ചെയ്തതാണ് ആ ടൂം. അപ്പോൾ അതിൻ്റെ പഴയ ഒരു ഫലകവും കൂടി അതിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ അവർ റിനോവേറ്റ് ചെയ്ത വർഷം 2021 എഴുതിയിട്ടുണ്ട് ഹാർട്ട് ബർഗ് ടൂം. ഹലോ ഹലോ. Come on guys. Come on guys, come on എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുവാണ്. Let's go. ഏറ്റവും ആദ്യം ആരും മേളിൽ ചെല്ലും.
Ready, 1, 2, 3. ജാസ്മിനും ബേബിയും ക്രിസ്ത്യൻ കുഞ്ഞും കൂടെ അവിടെ വെയിറ്റിംഗ് ഏരിയയിലിരുന്നു. പിന്നെ ജോണി നമ്മുടെ കൂടെ പോന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ കയറാൻ പോവാം. ഒരു തരത്തിൽ അവിടെ നിന്ന് പിടിച്ച് ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഹാൻഡിലും പിടിച്ച് പതുക്കെ കയറി തുടങ്ങി. ആദ്യം കയറിയപ്പോൾ ഒരു ചെറിയ വിറയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു, കാരണം ഒരു ചെറിയ ആട്ടമൊക്കെ ഉണ്ട് അതിന്. അപ്പം നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ കയറി ഒരു ഫ്ലോറിലെത്തി. പിന്നെ അവിടുന്ന് വീണ്ടും മുകളിലോട്ട് കയറുവാണിപ്പോൾ. ജോണി ഹായ്. ഹലോ. അപ്പൊ ക്രിസ്ത്യാനവിടെ? ക്രിസ്ത്യൻ വന്നില്ല. എല്ലാ ദിവസം കയറിയാൽ മതി, വെയിറ്റ് ലോസിന് നല്ലതാ. കുറച്ച് മുകളിലെത്തിയിട്ട് ഞങ്ങൾ താഴോട്ട് നോക്കിയപ്പോൾ അവരവിടെ താഴെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ക്രിസ്ത്യാനാണെങ്കിൽ അവിടെ മിടുക്കനായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അവന് ബേബിയെ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ബേബിയുടെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും കയറി ഞങ്ങളെന്ന് പറയാനില്ല, ഞാൻ കയറി അവരൊക്കെ മുകളിലെത്തി. അതൊക്കെ അവരുടെ പുറകെ കയറി മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ അമ്മ ഇനിയും കയറാനുണ്ടല്ലോ എന്ന് ഓർക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ തളർന്നു. ഇനിയും നടന്ന് കാല് കഴിച്ചു തുടങ്ങി. നടന്ന് നമ്മളിങ്ങനെ മുകളിൽ പിടിച്ച് ഒരു കയ്യിൽ ഫോണും പിടിച്ച് നടക്കുമ്പോഴത്തേക്കും കാലങ്ങോട്ട് കയറണില്ല മുകളിലോട്ട്. പിന്നെ മുകളിലെത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ സീനറി കാണാൻ പറ്റുമേ. ഓരോ ലെവൽ എത്തണ അനുസരിച്ച് നമ്മളിങ്ങനെ മരങ്ങളുടെ മുകളെത്തിയോ അങ്ങനെയൊക്കെ നോക്കാം. ഇപ്പം കണ്ടോ, നമ്മളൊരു മരത്തിൻ്റെ മുകളിലല്ല, ആ ഒരു ഹൈറ്റിലെത്തി. അപ്പോൾ ദേ ദൂരമുള്ള മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, അവിടെയുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, അത്ര ദൂരത്ത് വരെ ഇപ്പോൾ കാണാറായിട്ടുണ്ട്. പിന്നെയും അതിൻ്റെ ഏറ്റവും മുകളിൽ വരെ എത്തുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ടൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. പിള്ളേർ കയറി അങ്ങ് മോളി വരെ എത്തി. ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു എങ്ങനെ കയറി പോകും മുകളിലോട്ടെന്ന്. വീണ്ടും പതുക്കെ നടന്ന് അങ്ങ് മുകളിലെത്തി. പക്ഷെ തീർന്നിട്ടില്ല, ഇനി ഒരു സ്റ്റെപ്പും കൂടി, ഒരു നിലയും കൂടെ കയറാനുണ്ട്. എന്താ ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ കയറി ഫൈനലി ഞാനും മുകളിലെത്തിയിരിക്കുന്നു. നമ്മുടെ വീട് എവിടെയെന്ന് കാണിച്ചോട്. അതായത് ഞങ്ങൾ ഈ ടവറിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് അങ്ങ് ദൂരെ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വീടും നാടും ഒക്കെ കാണുവാണ്. ഫ്രാങ്ക്ഫർട്ട് ടൗണാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണണേ. ഞാൻ നല്ല കതച്ചു തുടങ്ങി. ഇതാണ് ഞാൻ എപ്പോഴും പറയണേ, ആ പെൻസിൽ ടവർ കണ്ടോ, അതിൻ്റെ നടുക്ക് ഇതാണ് ഫ്രാങ്ക്ഫർട്ട്. പിന്നെ ഒരു റേഡിയോ സ്റ്റേഷൻ്റെ അത് റേഡിയോ സ്റ്റേഷൻ്റെ ടവറ്. അങ്ങനെ നമ്മൾ ഈ ടവറിൻ്റെ ഏറ്റവും മുകളിലെത്തിയപ്പം കണ്ട അത്ര ദൂരത്താണ് നോക്ക്. അപ്പം നമ്മൾ ഇത്രയും മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് 30 ഡിഗ്രി ചൂടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് നല്ല വെയിലായി തുടങ്ങി. ഇതാ കണ്ടോ, ടവറിൻ്റെ ഏറ്റവും മുകളിലാണ് ഞാനുള്ളത്. എൻ്റെ മുകളിലായിട്ട് സൗണ്ട് കറക്റ്റ് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസായത്. ക്യോണിഗ്സ്റ്റൈൻ എന്ന് പറയും. അതിൻ്റെ ഇവിടെയുള്ള ഈ കാടിൻ്റെ ഉള്ളിലുള്ള വലിയൊരു ടവറായത്. ഭയങ്കര പഴയ ടവറ്. ഞാനപ്പോൾ ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ വോയിസ് ഓവർ ആയിരിക്കും, നിങ്ങൾക്ക് കേൾക്കായിരിക്കും. അപ്പം ഞാൻ ഏറ്റവും മുകളിലെത്താറായി. കണ്ടോ, പിള്ളേരെല്ലാം ഇതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ട്രെയിനിൻ്റെ സൗണ്ടാണോ കേൾക്കണേ? ഇത് റൗണ്ടിൽ നോക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? നോക്ക്, കാടുകൾ, മരങ്ങളുടെയൊക്കെ മുകളിലാണ്. വീടൊക്കെ ഉണ്ടോ അവിടെ?
ആഹാ, ടൗണുകളും വീടുകളും ഒക്കെ കാണാവോ? നോക്കട്ടെ. മലയും എല്ലാം ഉണ്ട്. വാ, കേറി വന്ന് നോക്കിയാൽ നല്ല രസം, നല്ല രസം. ഓ, നല്ല വെയിലുണ്ടല്ലോ. കണ്ണ് ഏറ്റവും മുകളിലായോ? ഇനി മുകളിൽ ആകാശം മാത്രം. മേളിലോട്ട് ഓ, അവിടെ ഒരു മൂണുണ്ട്. മൂൺ കാണാം. പിന്നെ അയ്യോ, ഇത്രയും മുകളിലെത്തി. ഏറ്റവും മുകളിൽ നമ്മുടെ ജാസ്മിനും കുട്ടികളും എവിടെയായിരിക്കണേ? അവിടെ കാണാൻ പറ്റുമോ? താഴെ ഒന്നും കാണത്തില്ല. താഴെ നിൽക്കണ ഒരാൾ താഴെയുണ്ട്. ജാസ്മിൻ അവിടെ ഈ കാണുന്ന കംഫർട്ട് സ്റ്റേഷൻ അവരവിടെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ എങ്ങനെ പണിത് ഇതിന്റെ മണ്ടയിലോട്ട്? എനിക്കറിയത്തില്ല. ഒരു 100 പേര് പ്ലെയിൻ പോണു പ്ലെയിൻ. ഇത്രയും ദൂരെ പോണ കാണാൻ കൊള്ളാം. ഇങ്ങനെ കൂർത്ത് കൂർത്ത് ആ, നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ. താമര പോലെ. താഴേന്ന് ഇങ്ങനെ മേളിലോട്ട് എടുത്താൽ ചിലപ്പോൾ ഫ്ലവർ പോലെ ഇരിക്കും. താഴേന്ന് മേളിലോട്ട് എടുത്തിട്ട് അങ്ങനെ തോന്നണില്ല. അയ്യോ, പൊരിഞ്ഞ വെയിലത്ത് വന്ന് നിന്നാൽ നല്ല സുഖമായിരിക്കും അല്ലേ? തല ഫോൺ കയ്യിൽ താഴെ കേട്ടോ, മുഴുവൻ താഴെ പോയി പൊട്ടി. യെസ്, ഇങ്ങനെയൊന്നും പിടിക്കും. പള്ളിയിൽ നിന്നുള്ള സൗണ്ട് കേൾക്കാം. മണിയടിക്കണേ. ഫ്രാങ്ക്ഫർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട്. ഫ്ലൈറ്റിൻ്റെ ടൈം ആയി കാണില്ല. അതല്ല, കാറ്റ് വരുമ്പോഴേ ഇത് ആടണുണ്ട്. അത്രയും പൊക്കമില്ലേ? ഇതിന്റെ മണ്ടയിൽ ആരൊക്കെയോ കുത്തി വരച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ? വീഡിയോ എടുത്ത് വന്ന് മുക്കും കുത്തി താഴെ പോവുമെന്ന്. അയ്യോ, ഇത് താഴോട്ട് കാണാൻ പറ്റും. താഴോട്ട് ഇറങ്ങണം. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ താഴോട്ട് ഇറങ്ങുക. ഇനിയിപ്പം ഇറങ്ങിപ്പോയേക്കാം വേഗം. അങ്ങനെ നമ്മൾ താഴെ എത്തി. താഴോട്ട് ഇറങ്ങി ലാസ്റ്റത്തെ താഴെ എത്തിയിരിക്കുന്നു. ഫ്രണ്ടിൽ നിന്നുള്ള മോഹമൊന്നും ഇല്ലായിരുന്നു. അതാ അങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും പുറകിൽ നിന്നായിരുന്നല്ലോ. അത് ശരിയാ. എവിടുന്ന് സൗണ്ട് കേൾക്കണ്ടല്ലോ? താഴെയുണ്ട്, എൻ്റെ താഴെയുണ്ട്. ആ, അതെ, മുകളിലിരിക്കുന്നു. എന്നാ വലിയ അറിയാലോ. അങ്ങനെ അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ജാസ്മിനോടും ഫാമിലിയോടും ഒക്കെ ഇവിടെ പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഫ്രാങ്ക്ഫർട്ടിലോട്ട് പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.